മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ അപ്പീലാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പീലുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. നമുക്ക് അപ്പീലും റെഫറൻസും റിവ്യൂവും പഠിക്കാനുണ്ട്. അപ്പോൾ അപ്പീലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്പീൽ 2 ചാപ്റ്ററുകളായിട്ടാണ് അല്ലെങ്കിൽ 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അപ്പീൽ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി നോക്കുന്നത് അപ്പീൽ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലും കൊടുക്കുന്ന അപ്പീലിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അക്വിറ്റലാണെങ്കിൽ അപ്പീൽ എങ്ങനെ പോകണം, കൺവിക്ഷൻ ആണെങ്കിൽ അപ്പീൽ എങ്ങനെ പോകണം, പെറ്റി കേസസിൽ അപ്പീൽ എങ്ങനെ പോകണം, അങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും അതാണ് അപ്പീൽ എൻ്റയർ ചാപ്റ്ററിലും നമ്മൾ അത് തന്നെ പഠിക്കുക. ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലും അപ്പീൽ പോകേണ്ടത് എങ്ങനെയാണ്, സമയപരിധി എത്രയാണ്, എവിടേക്കാണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ അപ്പീൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് സെക്ഷൻ 413 ആണ്. സെക്ഷൻ 413 പറയുന്നത് നോ അപ്പീൽ ടു ലൈ അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്. ഒരു ജനറൽ സെക്ഷനാണ് സെക്ഷൻ 413. അതിനകത്ത് പറയുന്നത് നമ്മൾ ഈ അപ്പീൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ലാതെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അപ്പീലുകളല്ലാതെ മറ്റൊരു സിറ്റുവേഷൻസിലും അപ്പീൽ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു ക്രിമിനൽ കോർട്ടിലേക്ക് ഒരു ജഡ്ജ്മെന്റിൽ നിന്നും അപ്പീൽ പോകണമെങ്കിൽ ആ അപ്പീൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ഒരു ജനറൽ കാവിയറ്റ് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 413 എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നോ അപ്പീൽ ഷാൽ ലൈ ഫ്രം എനി ജഡ്ജ്മെന്റ് or order of a criminal court except as provided for by this sanhita or by any other law for the time being in force. മറ്റേതെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഈ സംഹിതയിൽ പറയുന്നതോ പ്രകാരമല്ലാതെ ഒരു ക്രിമിനൽ കോടതിയുടെ ജഡ്ജ്മെന്റിൽ നിന്നോ ഓർഡറിലേക്കോ നമുക്ക് അപ്പീൽ പോകാനായിട്ട് സാധിക്കില്ല. Provided that the victim shall have a right to prefer an appeal against any order passed by the court acquitting the accused or convicting for a lesser offence or imposing inadequate compensation, and such appeal shall lie to the court to which an appeal ordinarily lies against the order of conviction of such court. അപ്പം എന്നിട്ട് പറയാണ് വിക്ടിമിന് എപ്പോഴും എന്തിനുള്ളൊരു അവകാശം ഉണ്ടായിരിക്കും, ഒരു അപ്പീൽ പ്രിഫർ ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടായിരിക്കും എഗെയിൻസ്റ്റ് എനി ഓർഡർ പാസ്ഡ് ബൈ എ കോർട്ട് അക്വിറ്റിംഗ് ദി അക്യൂസ്ഡ്. ഒരു കേസിൽ അക്യൂസ്ഡിനെ കോടതി വെറുതെ വിടുകയാണ്, അക്വിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അക്യൂസ്ഡിനെ നടന്നിരിക്കുന്ന ഒഫൻസിൽ നിന്നും ഒരു ചെറിയ ഒഫൻസിനാണ് ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ഒരു കോമ്പൻസേഷൻ ആണ് വിക്ടിമിന് അക്യൂസ്ഡിൽ നിന്ന് കോടതി വാങ്ങിക്കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വിക്ടിമിന് അക്യൂസ്ഡ് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്പീൽ പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ അപ്പീൽ കൊടുക്കേണ്ടത് ഒരു കൺവിക്ഷൻ ആയിരുന്നു ആ കേസിൽ നടന്നിരുന്നതെങ്കിൽ ഏത് കോടതിയിലേക്കായിരുന്നു അപ്പീൽ പോയിരിക്കേണ്ടത് ആ കോടതിയിലേക്കായിരിക്കണം. ആ അക്വിറ്റൽ അല്ലെങ്കിൽ ലെസർ സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കോമ്പൻസേഷൻ ആ കാരണങ്ങൾക്ക് കാണിച്ചുകൊണ്ടുള്ള അപ്പീലും കൊടുക്കേണ്ടത് ആ മുകൾ കോടതിയിലേക്ക്. കൺവിക്ഷൻ ആയിരുന്നെങ്കിൽ ഏത് കോടതിയിലേക്ക് അപ്പീൽ പോയേനെ അതേ കോടതിയിലേക്കായിരിക്കണം അപ്പീൽ പ്രിഫർ ചെയ്യേണ്ടി വരുന്നത്. ക്ലിയർ അല്ല? അപ്പൊ ബേസിക്കലി ആദ്യം പറയുന്നത് ഒരു കവിയറ്റ് ആണ്. ഇതിൽ പറയുന്ന പോലെ അല്ലാതെ ഈ സെക്ഷനിലല്ല, ഈ ചാപ്റ്ററിൽ പറയുന്ന പോലെ അല്ലാതെ അപ്പീൽ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പറയാണ് വിക്ടിമിന് ഒരു അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോഴാണ് ഏതെങ്കിലും ഒരു കോടതി ആ വിക്ടിമിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന അക്യൂസ്ഡ് ആരാണോ ആ വ്യക്തിയെ ഒന്നുകിൽ അക്വിറ്റ് ചെയ്യുകയാണ്, ശിക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ലെസർ ഒഫൻസിനാണ് കൺവിക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് കോമ്പൻസേഷൻ ആണ് വിക്ടിമിന് കൊടുക്കുന്നത്. ഈ കാരണങ്ങളിൽ ഏതെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിക്ടിമിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങോട്ടേക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? ഒരു ഓർഡർ ഓഫ് കൺവിക്ഷൻ ആയിരുന്നു ആ കേസിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഏത് കോടതിയിലേക്കായേനെ അക്യൂസ്ഡ് അപ്പീൽ പോയത്, അക്യൂസ്ഡ് ആയിരിക്കും അങ്ങനെയെങ്കിൽ അപ്പീൽ പോവാം. ചിലപ്പോൾ കൺവിക്ഷൻ വരുന്ന കേസിൽ ലെസർ പണിഷ്മെന്റ് കൊടുക്കുന്നെങ്കിൽ വിക്ടിം അപ്പീലിന് പോകാം. എങ്ങനെയായിരുന്നെങ്കിലും ശരി, ഒരു കൺവിക്ഷനിൽ നിന്നും എങ്ങോട്ടായിരുന്നു അപ്പീൽ കൊടുക്കേണ്ടത് അതേ കോടതിയിലേക്ക് തന്നെ ഈ സിറ്റുവേഷൻസിലും നമ്മുടെ വിക്ടിമിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക്കലി മുകൾ കോടതിയിലേക്ക് അപ്പീൽ, നെക്സ്റ്റ് ഹയർ അപ്പീലേറ്റ് കോടതിയിലേക്ക് നമുക്ക് അപ്പീൽ പോകാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ 414 ആണ്. 414 ഒരു പ്രത്യേക സിനേറിയനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് പഠിക്കാൻ ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് BNSS മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന, പീസ് ആൻഡ് ഗുഡ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നമ്മൾ സെക്യൂരിറ്റി വാങ്ങാറുണ്ട്. പല ആൾക്കാരിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ അവർ പീസ് ആൻഡ് ഗുഡ് ബിഹേവിയർ ഉറപ്പ് വരുത്തുമെന്ന് നമുക്ക് കോടതിക്ക് ഉറപ്പ് വരാനായിട്ട് കോടതി അവരുടെ കയ്യിൽ നിന്നും സെക്യൂരിറ്റീസ് വാങ്ങാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രൊവിഷൻ തന്നെ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ നമ്മുടെ BNSS നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ ആ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പൊ ആ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു അപ്പീലേറ്റ് പ്രൊവിഷൻ ആണ് സെക്ഷൻ 414 കിടക്കുന്നത്. ഇതനുസരിച്ച് ഇതിൽ പറയുന്നത് തന്നെ എന്താണ്, അപ്പീൽ ഫ്രം ഓർഡേഴ്സ് റിക്വയറിംഗ് സെക്യൂരിറ്റി. ഒന്നുകിൽ കോടതി ഒരു വ്യക്തിയോട് സെക്യൂരിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്, ആ ഓർഡറിൽ ആ വ്യക്തി അഗ്രീവ്ഡ് ആണ്, അയാൾക്ക് ആ ഓർഡറിൽ നിന്നുമാണ് അപ്പീൽ പോകേണ്ടത്. അല്ലെങ്കിലോ
refusal to accept or rejecting security for keeping peace or good behavior. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കോടതി അയാളുടെ പീസ് ആൻഡ് ഗുഡ് ബിഹേവിയർ കീപ്പ് ചെയ്യുന്നത് ഷ്യൂരിറ്റി ഉറപ്പുവരുത്താനായിട്ട് സെക്യൂരിറ്റി തരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ വ്യക്തി അതിൽ പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് സെക്യൂരിറ്റി തരാൻ ആവശ്യപ്പെട്ടതിൽ പ്രശ്നമൊന്നുമില്ല. ആവശ്യപ്പെട്ടതിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ അപ്പീൽ പോകാൻ പറ്റും. അല്ല, അയാൾക്ക് ഓക്കെയാണ്, ആവശ്യപ്പെട്ടതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ കോടതിയിലേക്ക് അയാൾ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് സെക്യൂരിറ്റി കൊണ്ട് കൊടുക്കുകയാണ്. എന്നാൽ ഈ സെക്യൂരിറ്റി കോടതി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോടതി ആ സെക്യൂരിറ്റി റിജക്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ സെക്യൂരിറ്റി റിജക്ട് ചെയ്തുകൊണ്ടുള്ള കോടതിയുടെ ഓർഡറിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പീൽ പോകാൻ സാധിക്കും. അപ്പോൾ ഒന്നുകിൽ സെക്യൂരിറ്റി ഇമ്പോസ് ചെയ്തതിൽ തന്നെ ആ വ്യക്തി അഗ്രീഡ് ആണെങ്കിൽ അപ്പീൽ പോകുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്ത സെക്യൂരിറ്റി അയാൾക്ക് ഷ്യൂരിറ്റി കൊടുക്കുന്ന സമയത്ത് ഷ്യൂരിറ്റി കോടതി റിജക്ട് ചെയ്യുന്ന ഓർഡറുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുന്നതിനെ കുറിച്ചോ ആണ് സെക്ഷൻ 414 പറയുന്നത്. ഇനി വായിച്ചു നോക്കിയാലോ. എനി പേഴ്സൺ who has been ordered under section 136 to give surety for keeping the peace or for good behavior. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കോടതി സെക്ഷൻ 136 പ്രകാരം സെക്യൂരിറ്റി തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അയാളുടെ പീസ് ആൻഡ് ഗുഡ് ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഉറപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിലോ ഓർ ഹു ഈസ് അഗ്രീവ്ഡ് ബൈ എനി ഓർഡർ, അല്ലെങ്കിൽ ഒരു വ്യക്തി അഗ്രീവ്ഡ് ആണ്, അയാൾക്ക് പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്രശ്നമുള്ളത്? റെഫ്യൂസിംഗ് ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റിംഗ് എ ഷ്യൂരിറ്റി അണ്ടർ സെക്ഷൻ 140. സെക്ഷൻ 140 പ്രകാരം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഷ്യൂരിറ്റി ഒരു വ്യക്തി എന്ത് ചെയ്തിരിക്കുകയാണ്, കോടതി എന്ത് ചെയ്തിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ അയാൾ അഗ്രീവ്ഡ് ആണ്. അങ്ങനെയെങ്കിൽ മേ അപ്പീൽ അഗെയിൻസ്റ്റ് സച്ച് ഓർഡർ ടു കോർട്ട് ഓഫ് സെഷൻസ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. എങ്ങോട്ടേക്കാണ്? സെഷൻസ് കോടതിയിലേക്കായിരിക്കും ഈ പറയുന്ന കേസുകളിൽ നിന്ന് നമ്മൾ അപ്പീൽ പോവുക. Provided that nothing in this section shall apply to the persons proceeding against whom are laid before a sessions judge in accordance with the provisions of section 2 of or subsection 4 of section 141. അത് പറയുന്നത് ഓൾറെഡി സെക്ഷൻ 141 സബ്സെക്ഷൻ 2 അല്ലെങ്കിൽ സബ്സെക്ഷൻ 4 പ്രകാരം ഓൾറെഡി ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് നിലവിലുള്ളത് സെഷൻസ് ജഡ്ജിന് മുന്നിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോടതി ഈ ഓർഡർ സെക്യൂരിറ്റി ഫോർ പീസ് അല്ലെങ്കിൽ എന്താ പറയുക സെക്യൂരിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ഓർഡർ വന്നു, അല്ലെങ്കിൽ ഓർഡർ വന്നതനുസരിച്ച് നമ്മൾ ഷ്യൂരിറ്റി കൊടുക്കുമ്പോൾ കോടതി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ കോടതി സെഷൻസ് ജഡ്ജിനേക്കാളും താഴെ ഒരു കോടതിയാണെങ്കിൽ നമുക്ക് സെഷൻസ് കോടതിയിലേക്ക് പോകാം. എന്നാൽ നിലവിൽ സെക്ഷൻ 141 സബ്സെക്ഷൻ 4 പ്രകാരമോ അല്ലെങ്കിൽ 141 സബ്സെക്ഷൻ 2 പ്രകാരമോ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ, പ്രൊസീഡിങ്സ് നടക്കുന്നത് തന്നെ സെഷൻസ് ജഡ്ജിന് മുന്നിലാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഈ സെക്ഷൻ 414 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യില്ല എന്നാണ് പ്രൊവൈസോ പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 415 ആണ്. സെക്ഷൻ 415 പറയുന്നത് കൺവിക്ഷനിൽ നിന്നുള്ള അപ്പീലാണ്. Any person convicted on a trial held by a high court in its extraordinary original criminal jurisdiction. ഹൈക്കോടതി വളരെ റെയർ ആയിട്ട് ഇൻവോക്ക് ചെയ്യുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ ആണ് എക്സ്ട്രാordinary അല്ലെങ്കിൽ ഒറിജിനൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ തന്നെ വളരെ റെയർ ആയിട്ട് ഇൻവോക്ക് ചെയ്യുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ ആണ്. യൂഷ്വലി നമ്മൾ എപ്പോഴും ഹൈക്കോടതി ആണെങ്കിലും ശരി, സുപ്രീം കോടതി ആണെങ്കിലും ശരി, ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓൾട്ടർനേറ്റീവ് റെസൊല്യൂഷൻ ആണ്. അതായത് എന്റെ മുൻപിൽ വരുന്നതിന് മുൻപേ നിങ്ങൾക്കുള്ള റെമഡീസ് ഒക്കെ നിങ്ങൾ എക്സോസ്റ്റ് ചെയ്തിട്ട് എന്റെ മുന്നിലേക്ക് വരൂ, ലാസ്റ്റ് റിസോർട്ടായിട്ട് എന്നെ കാണൂ എന്നതാണ് ഹയസ്റ്റ് അപ്പീലേറ്റ് കോർട്ടുകളായിട്ടുള്ള ഹൈക്കോടതി ആണെങ്കിലും ശരി, സുപ്രീം കോടതി ആണെങ്കിലും ശരി ഫോളോ ചെയ്യുന്ന മെക്കാനിസം. അപ്പൊ ഈ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹൈക്കോടതി തന്റെ എക്സ്ട്രാordinary ആയിട്ടുള്ള ഒറിജിനൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, അതായത് ആദ്യം തന്നെ കേസ് കേൾക്കുന്നത് ഹൈക്കോടതിയാണ്, വേറൊരു ട്രയൽ കോടതികളും അത് കേട്ടിട്ടില്ല. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിൽ എക്സ്ട്രാordinary ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഹൈക്കോടതി എക്സസൈസ് ചെയ്തു ഒരു വ്യക്തിയെ ആ കേസിന്റെ അവസാനം ഹൈക്കോടതി കൺവിക്ട് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് ഇനി സാധാരണയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇപ്പൊ ട്രയൽ കോർട്ടാണ് നമ്മളെ ശിക്ഷിച്ചത്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരെ CJMന്റെ അടുത്തേക്ക് പോകാം. CJM ആണ് നമ്മളെ ശിക്ഷിച്ചതെന്നുണ്ടെങ്കിൽ സെഷൻസ് ജഡ്ജിലേക്ക് വരാം. സെഷൻസ് ജഡ്ജാണ് ശിക്ഷിച്ചതെന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ടിലേക്ക് വരാം. ഇത് ഹൈക്കോർട്ട് തന്നെ നമ്മളെ ഡയറക്ട്ലി ശിക്ഷിക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ എക്സെപ്റ്റ് ഹയസ്റ്റ് അപ്പീലേറ്റ് കോർട്ട് ആയിട്ടുള്ള സുപ്രീം കോർട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹൈക്കോടതി അവരുടെ എക്സ്ട്രാordinary ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, അതും ഒറിജിനൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്ത്, അതായത് ആദ്യമായിട്ട് കേസ് കേട്ടത് ഹൈക്കോടതിയാണ്, ഹൈക്കോടതി അത്തരത്തിലൊരു കേസ് കേട്ട പ്രതിയെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടിയ ആൾക്ക് ഈ ശിക്ഷയിൽ നിന്നും ഇനി അപ്പീൽ പോകാൻ സാധിക്കുന്നത് സുപ്രീം കോടതിയിലേക്കായിരിക്കും. സബ്സെക്ഷൻ 2, any person convicted on a trial held by a sessions judge or an additional sessions judge
or on a trial held by any other court in which a sentence of imprisonment for more than 7 years has been passed against him or any other person convicted at the same trial may appeal to High Court. ഇനി കേസ് നടത്തി ശിക്ഷ വിധിക്കുന്നത് സെഷൻസ് ജഡ്ജ് ആണെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയലിൽ ഏതെങ്കിലും ഒരു കോടതി, സെഷൻസ് ജഡ്ജ് ആയിരിക്കണം നിർബന്ധമില്ല, മറ്റേതെങ്കിലും ഒരു കോടതി ട്രയൽ കണ്ടക്ട്, അതായത് ഫസ്റ്റ് ക്ലാസ്സോ CJM ഒക്കെ ആകാം, ആരെങ്കിലും ആണെങ്കിലും ശരി, അവർ ട്രയൽ കണ്ടക്ട് ചെയ്തിട്ട് വിധിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? in which a sentence of imprisonment for more than 7 years has been passed. അക്യൂസ്ഡ് ആയിരുന്ന അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള ട്രയൽ ആണെങ്കിൽ ഒന്നുകിൽ ഒരു പ്രതിയുള്ളെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷത്തിന് മുകളിലേക്കുള്ള സെന്റൻസ് ആണ്. അങ്ങനെ സെഷൻസ് ജഡ്ജോ അഡീഷണൽ സെഷൻസ് ജഡ്ജോ ആണെങ്കിൽ അവർ എത്ര ശിക്ഷ കൊടുത്താലും ഡയറക്ട്ലി നമ്മൾ ഹൈക്കോടതിയിലേക്കാണ് അപ്പീൽ പോവുക. എന്നാൽ സെഷൻസ് ജഡ്ജിനോ അഡീഷണൽ സെഷൻസ് ജഡ്ജിനോ താഴേക്കുള്ള CJM ഫസ്റ്റ് ക്ലാസ് കോടതിയോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ശിക്ഷ കൊടുക്കുന്നതെങ്കിൽ അവര് കൊടുക്കുന്ന സമയത്ത് അവര് ശിക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി അപ്പീൽ പ്രിഫർ ചെയ്യുന്നത് സെഷൻ ജഡ്ജിലേക്കാണ്. എന്നാൽ എങ്ങാനും അവർ ഇമ്പോസ് ചെയ്യുന്ന ശിക്ഷ 7 വർഷത്തിന് മുകളിലേക്കുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്ക് അപ്പീൽ പ്രിഫർ ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി നമുക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ പറ്റും. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. ഇതനുസരിച്ച് ഒരു ട്രയലിൽ ഒരു വ്യക്തിയെ കൺവിക്ട് ചെയ്യുന്നത് സെഷൻസ് ജഡ്ജോ അഡീഷണൽ സെഷൻസ് ജഡ്ജോ നടത്തുന്ന ട്രയൽ ആണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകാം. കൂടാതെ on a trial held by any other court, ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോടതി in which, എന്നാൽ ആ ട്രയലിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് ഫോർ മോർ ദാൻ 7 years ഹാസ് ബീൻ പാസ്ഡ് അഗേൻസ്റ്റ് ഹിം. ഒരു വ്യക്തിക്ക് അഗേൻസ്റ്റ് ആയിട്ട് 7 വർഷത്തിന് മുകളിലേക്കുള്ള സെന്റൻസ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അവരെ ആരെയെങ്കിലും ഒക്കെ 7 വർഷത്തിന് മുകളിലേക്ക് ഒരു കേസിൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഡയറക്ട്ലി അതിനിടയിൽ ഏത് കോടതികൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് കോടതിയെ പാസ്സാക്കുന്നെങ്കിൽ ഇടയിൽ CJM ഉണ്ട്, സെഷൻ ജഡ്ജും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആണ്, അല്ലാതെ നിർബന്ധമായിട്ടും ഹൈക്കോടതിയിലേക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല, മേ അപ്പീൽ ടു ഹൈക്കോർട്ട്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹൈക്കോടതിയിലേക്ക് പോകാം. നെക്സ്റ്റ്, സേവ് as otherwise provided in subsection 2 any person. ഇനി എന്നാൽ സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ബട്ട് സ്റ്റിൽ any person convicted on a trial held by a magistrate of first class or of the second class. ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റോ ആണ്, അല്ലെങ്കിൽ സെന്റൻസ്ഡ് അണ്ടർ സെക്ഷൻ 364, ഒരാളെ സെക്ഷൻ 364 പ്രകാരം നമ്മൾ ശിക്ഷിക്കുകയാണ്, ഓർ in respect of whom an order has been made or sentence has been passed under section 401 by any magistrate. എന്നാൽ ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരികയാണ്. എന്നിട്ട് പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് സേവ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് 7 yearsന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് അപ്ലൈ ചെയ്യും. എന്നാൽ അതല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്തിട്ട് ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ ഒരാളെ ശിക്ഷിക്കുന്നത്, ഒരു കേസിന്റെ ട്രയലിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റോ ആണ്, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ സെന്റൻസ് ഇമ്പോസ് ചെയ്യുന്നത് സെക്ഷൻ 364 പ്രകാരമാണ്, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ശിക്ഷിക്കുന്നത് സെക്ഷൻ 401ന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു ഓർഡർ വഴിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അപ്പീൽ കൊടുക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? സെഷൻസ് കോടതിയിലേക്കാണ്. അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 7 വർഷത്തിന് താഴേക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് 7 വർഷത്തിന് താഴേക്കോ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അപ്പീൽ പോകുന്നത് സെഷൻസ് കോടതിയിലേക്കായിരിക്കും. ഓക്കെ, അടുത്തത് സബ്സെക്ഷൻ 4 ആണ്. When an appeal has been filed against any sentence passed under section 64, 65, 66, 67, 68, 70 and 71, the appeal shall be disposed of within a period of 6 months from the date of filing such appeal. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് കോടതികളിലേക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ആണെങ്കിൽ 7 വർഷത്തിന് താഴേക്കാണെങ്കിൽ അപ്പീൽ പോകേണ്ടത് സെഷൻസ് കോടതിയിലേക്കും 7 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ അപ്പീൽ പോകേണ്ടത് ഹൈക്കോടതിയിലേക്കും. സെഷൻസ് കോടതിയോ അഡീഷണൽ സെഷൻസ് കോടതിയോ ആണെങ്കിൽ ഏത് ശിക്ഷ കൊടുത്താലും അപ്പീൽ പോകേണ്ടത് ഹൈക്കോടതിയിലേക്കാണ്. ഇനി എക്സ്ട്രാ ഓർഡിനറി ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് ഹൈക്കോടതി കേൾക്കുന്ന കേസുകളിൽ അപ്പീൽ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. ഇതാണ് എങ്ങോട്ടൊക്കെ അപ്പീൽ പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ എവിടെയാണ് കൺവിക്ഷന്റെ കേസിൽ. ഇനി നമ്മളൊരു അപ്പീൽ പ്രിഫർ ചെയ്തിരിക്കുകയാണ്, എന്നാൽ അപ്പീൽ പ്രിഫർ ചെയ്തിരിക്കുന്ന കേസിന്റെ ഇൻവോൾവ് ആയിരിക്കുന്ന സെക്ഷനുകൾ എങ്ങാനും സെക്ഷൻ 64 65, അങ്ങനെ ബേസിക്കലി ഒഫൻസ് അഗേൻസ്റ്റ് വുമണുമായി ബന്ധപ്പെട്ടിരുന്ന റേപ്പ് അല്ലെങ്കിൽ വുമൺ ആൻഡ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ട റേപ്പ് സെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ BNS പറഞ്ഞിരിക്കുന്ന 64 65 66 67 68 70 71 ഈ 7 സെക്ഷനുകളാണ് കേസിന്റെ ഇൻവോൾവ്മെന്റ് എങ്കിൽ ഈ സെക്ഷനുകളുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ പ്രിഫർ ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പീലേറ്റ് കോടതി 6 മാസത്തിനുള്ളിൽ ആ അപ്പീൽ കേട്ടത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ 6 months ആണ് അപ്പീലേറ്റ് കോടതിക്ക് അപ്പീലുമായി ബന്ധപ്പെട്ട വിചാരണ അല്ലെങ്കിൽ അപ്പീൽ പ്രൊവിഷൻസ് അപ്പീൽ പ്രൊസീഡിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ അധികാരമുള്ളത്. ആ അപ്പീൽ പ്രൊവിഷൻസ് അപ്പീൽ ഫയൽ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആ കേസ് എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്തേ മതിയാകുകയുള്ളൂ.
അതാണ് സെക്ഷൻ 415. അപ്പൊ 415 ബേസിക്കലി കൺവിക്ഷൻ, ശിക്ഷാ നടപടികൾ, അതായത് പ്രതിയെ റിലീസ് ചെയ്യല്ല, പ്രതിക്ക് ശിക്ഷ വിധിക്കുന്ന കേസുകളിലുള്ള അപ്പീലിനെ കുറിച്ചാണ് പറയുന്നത്. അതും പ്രതി കൊടുക്കുന്ന അപ്പീലിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എനി പേഴ്സൺ കൺവിക്റ്റഡ് ആണ്, അത് കൺവിക്റ്റഡ് ആയിരിക്കുന്ന ആള് കൊടുക്കുന്ന അപ്പീലിനെ കുറിച്ചാണ് 415 പറഞ്ഞു പോകുന്നത്. അടുത്തതാണ് സെക്ഷൻ 416. സെക്ഷൻ 416 പറഞ്ഞിരിക്കുന്നത് നോ അപ്പീൽ ഇൻ സെർട്ടൺ കേസസ് വെൻ അക്യൂസ്ഡ് പ്ലീഡ്സ് ഗിൽറ്റി. നമ്മളിത് ട്രയലുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് പഠിച്ചപ്പോഴും നമ്മൾ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്ന കേസിൽ അക്യൂസ്ഡിന് അപ്പീൽ പോകാം, കാരണം അക്യൂസ്ഡ് വാങ്ങിയെടുത്ത ശിക്ഷയാണത്. അപ്പൊ അക്യൂസ്ഡിന് അപ്പീൽ പോകാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അപ്പൊ ഇതനുസരിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായി പറയണത് സെക്ഷൻ 416 ഇതനുസരിച്ച് നോൺ വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻ സെക്ഷൻ 415 എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റോ ആര് ശിക്ഷ വിധിച്ചാലും എന്ത് സംഭവിച്ചാൽ, കൺവിക്ഷന്റെ കേസാണല്ലോ 415 പറയുന്നത്. 415 കൺവിക്ഷനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പോലും where an accused person has pleaded guilty and has been convicted on such plea, ഒരു പ്രതി കേസ് വിചാരണ നടക്കുന്നതിന് സമയത്ത് കോടതി പ്ലീ ഓഫ് ഗിൽറ്റി ചോദിക്കുമ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കോടതി കൺവിക്ട് ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ there shall be no appeal. ജനറലി എന്തുണ്ടാവില്ല, അപ്പീൽ ഉണ്ടാകില്ല. പക്ഷേ there shall be no appeal if the conviction is by a high court. ഹൈക്കോർട്ടാണ് കൺവിക്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് അപ്പീൽ കിട്ടില്ല. അതായത് ഹൈക്കോടതിയിലേക്കാണ് ഹൈക്കോടതിയാണ് ട്രയൽ നടത്തിക്കൊണ്ടിരുന്നത്. ഹൈക്കോടതി ട്രയൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഹൈക്കോടതി അയാളോട് പ്ലീ ഓഫ് ഗിൽറ്റി ചോദിക്കുന്നു, അയാൾ പ്ലീ ഓഫ് ഗിൽറ്റിയിൽ തന്നെ സമ്മതിക്കുന്നു, കോടതി അതിനെതിരെ അയാളെ കൺവിക്ട് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി അയാൾക്ക് അപ്പീലില്ല. ഓർ if the conviction is by a sessions court or first class or second class except as to the extent or legality of the sentence. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹൈക്കോടതി ശിക്ഷിക്കുന്ന സമയത്ത് അപ്പീലേ ഇല്ല, ഒരു ഗ്രൗണ്ടിലും ഇല്ല. എന്നാൽ സെഷൻസ് കോടതിയോ ഫസ്റ്റ് ക്ലാസ് കോടതിയോ സെക്കൻഡ് ക്ലാസ് കോടതിയോ ഒരാളെ പ്ലീ ഓഫ് ഗിൽറ്റിയിൽ കൺവിക്ട് ചെയ്യാണ്. നമുക്കറിയാം പ്ലീ ഓഫ് ഗിൽറ്റിയിൽ കൺവിക്ട് ചെയ്യണം എന്നുള്ളത് കോടതിക്ക് മാൻഡേറ്ററി അല്ല. ഒരാൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കോടതി അയാളെ ശിക്ഷിച്ചോളൂ അല്ലെങ്കിൽ ശിക്ഷിച്ചേ മതിയാകൂ എന്ന് ട്രയൽ പ്രൊവിഷനിൽ എവിടെയും പറയുന്നില്ല. നമ്മൾ പഠിച്ചത് എന്ന് തന്നെയാണ്, ഒരാൾ കൺവിക്ഷൻ ഓഫ് പ്ലീ ഓഫ് ഗിൽറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരാൾ അക്സെപ്റ്റ് ചെയ്താലും കോടതിക്ക് എന്ത് ചെയ്യാം, ട്രയൽ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം, ട്രയൽ എടുത്ത് എവിഡൻസ് എടുത്തതിന് ശേഷം മാത്രം അയാളെ ശിക്ഷിക്കാം. കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് പ്ലീ ഓഫ് ഗിൽറ്റിയിൽ മാത്രം ഒരാളെ ശിക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇനി എന്താണെങ്കിലും കോടതി റീസൺസ് ഒക്കെ എഴുതണം. ഇതൊക്കെ നമ്മൾ ട്രയൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സെഷൻസ് കോടതിയോ ഫസ്റ്റ് ക്ലാസ് കോടതിയോ സെക്കൻഡ് ക്ലാസ് കോടതിയോ ഒരാളെ പ്ലീ ഓഫ് ഗിൽറ്റിയുടെ അടിസ്ഥാനത്തിൽ കൺവിക്ട് ചെയ്യാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് അയാളെ കൺവിക്ട് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ കൺവിക്ഷൻ സെറ്റ് അസൈഡ് ചെയ്യണം, കൺവിക്ഷൻ ചെയ്യാൻ പാടില്ല, എന്നെ റിലീസ് ചെയ്യണം, ഞാൻ കുറ്റവാളി അല്ല, ഇങ്ങനത്തെ ഗ്രൗണ്ടിലൊന്നും അപ്പീൽ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ സെന്റൻസിന്റെ അയാൾക്ക് മുകളിൽ അയാൾ കുറ്റസമ്മതം നടത്തിയപ്പം എത്ര ശിക്ഷയാണ് ഈ കോടതികൾ വിധിച്ചിരിക്കുന്നത്, ഈ ശിക്ഷയുടെ ലീഗാലിറ്റി എങ്ങനെയാണ്, എനിക്ക് ഈ കേസിന് ഈ ശിക്ഷ കിട്ടാൻ അർഹതയുണ്ടോ, അല്ലെങ്കിൽ ഈ ശിക്ഷയുടെ എക്സ്റ്റെന്റ് വെട്ടിക്കുറയ്ക്കുക, ഇത്ര വർഷം തന്നിരിക്കുകയാണ്, അത് പോരാ. ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നിരിക്കുന്ന ശിക്ഷ റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് റിഗറസ് ഇംപ്രിസൺമെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല, ഈ കുറ്റത്തിന് എനിക്ക് കിട്ടാനുള്ള മാക്സിമം സെന്റൻസ് സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഫൈൻ ആയിരിക്കണം. അപ്പം ഇവിടെ എന്റെ പ്രശ്നം ലീഗാലിറ്റി ആണ്. എന്റെ സെന്റൻസ് ലീഗൽ ആണോ, ഇതാണോ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ലീഗൽ സെന്റൻസ്, ഇതാണ് എന്റെ പ്രശ്നം. ഇനി ചില സിറ്റുവേഷനിൽ എക്സ്റ്റെൻഡ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 years ഇംപ്രിസൺമെന്റ് ആണ്. ഞാൻ പറയാണ് ഇതിന് എനിക്ക് കിട്ടേണ്ടിയിരുന്ന മാക്സിമം ഇംപ്രിസൺമെന്റ് 6 months ആണ്. 10 years ഇംപ്രിസൺമെന്റ് എനിക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ 5 years ഇംപ്രിസൺമെന്റ് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പം ഇയാൾക്ക് എക്സ്റ്റെൻഡിലോ സെന്റൻസിന്റെ ലീഗാലിറ്റിയിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ അപ്പീൽ പ്രിഫർ ചെയ്യാം. ഒരിക്കലും എന്റെ കൺവിക്ഷൻ സെറ്റിസൈഡ് ചെയ്യണം, എനിക്ക് ശിക്ഷ തരാനേ പാടില്ല, ഞാൻ ഗിൽറ്റി അല്ല, അല്ലെങ്കിൽ ഇതിൽ ഈ എവിഡൻസ് എടുത്തത് ശരിയായില്ല, അത് ചെയ്യില്ല, അങ്ങനെ ട്രയലിനെയോ അല്ലെങ്കിൽ അയാൾക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന ശിക്ഷയെയോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഗ്രൗണ്ടുകളിൽ അപ്പീൽ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ സെന്റൻസിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷയുടെ ലീഗാലിറ്റിയെ കുറിച്ചോ അതിന്റെ എക്സ്റ്റെന്റിനെ കുറിച്ചോ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പീൽ പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഹൈക്കോടതി ആണെങ്കിൽ പ്ലീ ഓഫ് ഗിൽറ്റി കേസുകളിൽ യൂഷ്വലി അപ്പീലില്ല, ഇതാണ് ജനറലി അറിഞ്ഞിരിക്കേണ്ടത്. എന്നാലും നമ്മൾ പറയാണ് ഹൈക്കോടതിയാണ് കേസിൽ വിധി വരുന്നതെങ്കിൽ ഒരു ഗ്രൗണ്ടിലും അപ്പീലേ ഇല്ല, അതിൽ ഈ ലീഗാലിറ്റിയോ എക്സ്റ്റെൻഡോ പോലും ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റില്ല. എന്നാൽ സെഷൻസ് കോടതിയോ ഫസ്റ്റ് ക്ലാസ് കോടതിയോ സെക്കൻഡ് ക്ലാസ് കോടതിയോ ആണ് ഒരാളെ കൺവിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡോ ലീഗാലിറ്റിയോ എന്ന ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പീൽ പ്രിഫർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പീൽ പോകേണ്ടത് 415 പഠിച്ചിരിക്കുന്ന പോലെ, കാരണം ഇത് കൺവിക്ഷൻ ആണല്ലോ. 415 പറഞ്ഞിരിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ അപ്പീൽ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക.
ഇനി വരുന്നത് സെക്ഷൻ 417 ആണ്. സെക്ഷൻ 417 പറയുന്നത് നോ അപ്പീൽ ഇൻ പെറ്റി കേസസ്. ചെറിയ പെറ്റി കേസുകളൊക്കെ ആണെങ്കിൽ അപ്പീൽ പോകണ്ടല്ല, അല്ലെങ്കിൽ അപ്പീലിനുള്ള പ്രൊവിഷൻസ് ഇല്ല എന്നാണ് 417 പറയുന്നത്. ഇതനുസരിച്ച് ഈവൻ ദോ സെക്ഷൻ 415 കൺവിക്ഷനിൽ നിന്ന് അപ്പീൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും there shall be no appeal by a convicted person in any of the following cases. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ, ഒരാൾക്ക് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ പറയുന്ന പോലെയുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ കൺവിക്റ്റഡ് ആയിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങൾ, ഏതൊക്കെയാണ് സിറ്റുവേഷൻസ്? വേറെ ഹൈക്കോർട്ട് പാസസ് only a sentence of imprisonment for a term not exceeding 3 months or of fine not exceeding 1000 rupees or of both such imprisonment and fine. അപ്പൊ ഹൈക്കോടതിയാണ് ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 മാസത്തിൽ കുറവിലുള്ള, അല്ലെങ്കിൽ 3 മാസം എക്സീഡ് ചെയ്യാത്ത, 3 മാസത്തിൽ താഴെയുള്ള സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു കേസിൽ ഹൈക്കോടതിയാണ് ഒരാളെ കൺവിക്ട് ചെയ്യുന്നത്, എന്നാൽ ഹൈക്കോടതി അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 മാസത്തിൽ താഴേക്കുള്ള ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ ആ ഇംപ്രിസൺമെന്റിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതൊരു പെറ്റി കേസാണ്, അപ്പീൽ പോകാൻ സാധിക്കില്ല. ഇനി അല്ല, ഹൈക്കോടതി ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഫൈൻ ആണ്, നോട്ട് എക്സീഡിങ് 1000 rupees, 1000 രൂപയിൽ താഴെയുള്ള ഒരു ഫൈൻ ആണ് കോടതി വിധിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അപ്പീൽ പോകാൻ സാധിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു കേസിൽ 3 മാസത്തിൽ താഴെ ഇംപ്രിസൺമെന്റും 1000 രൂപയിൽ താഴെ ഫൈനും ഒരുമിച്ച് കൊടുത്തു എന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ 2 months ഇംപ്രിസൺമെന്റും 600 rupees ഫൈനും കൊടുത്തു, എന്നാലും അപ്പീലില്ല. അപ്പം 3 months താഴെ ഇംപ്രിസൺമെന്റോ 1000 rupees താഴെ ഫൈനോ ഇത് രണ്ടും കൂടി ഒരുമിച്ചോ കൊടുക്കുന്ന കേസുകളിൽ ഹൈക്കോടതിയാണ് ഈ കൺവിക്ഷൻ തരുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ കേസിൽ അപ്പീലിനുള്ള പോസിബിലിറ്റി ഇല്ല. ഇനി സെഷൻസ് കോർട്ട് ആണെങ്കിലോ passes only a sentence of imprisonment for a term not exceeding 3 months or a fine not exceeding 200 rupees. ഇംപ്രിസൺമെന്റ് 3 months ആണ്, രണ്ടിടത്തും സെയിം ആണ്, ഫൈൻ തുകയിൽ വ്യത്യാസമുണ്ട്. സെഷൻസ് കോർട്ട് ആണെങ്കിൽ 200 രൂപയിൽ താഴെ ഫൈൻ വിധിക്കുകയാണെങ്കിൽ അപ്പീൽ പ്രൊവിഷൻ ഇല്ല, 200-ന് മുകളിൽ ഫൈൻ വരികയാണെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനായിട്ട് സാധിക്കും. ഇനി ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ 3 മാസമാണ്, ഫൈൻ ആണെങ്കിൽ 200 രൂപയാണ്, രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിലോ 200 രൂപയിൽ താഴെ ആയിരിക്കണം വിധിച്ചിരിക്കുന്ന ഫൈൻ, 3 മാസത്തിൽ താഴെ ആയിരിക്കണം വിധിച്ചിരിക്കുന്ന ഇംപ്രിസൺമെന്റ്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പീൽ പോകാം. ഫോർ എക്സാമ്പിൾ ഒരു കേസിൽ എന്നെ സെഷൻസ് കോടതി ശിക്ഷിക്കുകയാണ്, എനിക്ക് തരുന്ന ശിക്ഷ 2 months ഇംപ്രിസൺമെന്റും 700 rupees ഫൈനുമാണ്. 2 months ഇംപ്രിസൺമെന്റ് ഓക്കെയാണ്, അപ്പീൽ പോകാൻ പറ്റില്ല. പക്ഷെ ഫൈനോ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഫൈൻ 700 rupees ആണ്. 200 rupeesന് താഴെയാണെങ്കിൽ അപ്പീൽ പോകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ കേസിൽ എനിക്ക് മുഴുവൻ ശിക്ഷയും, അതായത് 2 months താഴെ ഇംപ്രിസൺമെന്റ് വിധിക്കാൻ പറ്റും, 200 rupees താഴെ ഫൈൻ കൊടുക്കാൻ പറ്റും. എന്നാൽ ഇത് ഒരുമിച്ച് വരുമ്പോഴേക്കും രണ്ടും ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതായിരിക്കണം. ഇപ്പൊ ഇംപ്രിസൺമെന്റ് 3 months താഴെയാണ് സമ്മതിച്ചു, പക്ഷെ ഫൈൻ 200-ന് മുകളിലാണ്, എനിക്ക് എൻറ്റയർ സെന്റൻസ് ബേസ് ചെയ്ത് എൻറ്റയർ സെന്റൻസ് എനിക്ക് പ്രോപ്പർ അല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ അപ്പീൽ പോകാനായിട്ട് സാധിക്കും. അങ്ങനെ സെഷൻസ് കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും ഏതാണ് പെറ്റി കേസ്? അപ്പം ഏതെങ്കിലും ഒരു കേസിൽ ഹൈക്കോടതി 3 മാസത്തിൽ താഴെ ഇംപ്രിസൺമെന്റോ 1000 രൂപയിൽ താഴെ ഫൈനോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചോ ഈ കാറ്റഗറിയിൽ പെടുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഒരു പെറ്റി കേസായിട്ടാണ് നമ്മൾ കണക്കാക്കുക. സെഷൻസ് കോടതി ആണെങ്കിൽ സെഷൻസ് കോടതി ഒരാളെ ശിക്ഷിക്കുന്നത് 3 months താഴെ ഇംപ്രിസൺമെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ 200 rupeesന് താഴെ ഫൈനോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നതെങ്കിലും പെറ്റി കേസായിട്ടാണ് കണക്കാക്കുക. അതിൽ അപ്പീലില്ല. Where a magistrate of first class passes only a sentence of fine not exceeding 100 rupees. ഇനി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ശിക്ഷ 100 രൂപയിൽ താഴെയുള്ള ഫൈൻ ആണെങ്കിൽ അതൊരു പെറ്റി കേസാണ്, അതിൽ നിന്നും അപ്പീൽ പോകാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം 100 രൂപയ്ക്ക് മുകളിലേക്ക് ഫൈനോ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റോ ഒക്കെ വിധിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ സെഷൻസ് കോടതിയിലേക്ക് അപ്പീൽ പോകാം. വേറെ കേസ് ട്രൈഡ് സമ്മറിലി, നമുക്കറിയാം സമ്മറി പ്രൊസീഡിംഗ്സ് പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സമ്മറി കേസുകളാണെന്നുണ്ടെങ്കിൽ എ മജിസ്ട്രേറ്റ് empowered to act under 283 passes only a sentence of fine not exceeding 200 rupees. 200 രൂപയ്ക്ക് താഴെയുള്ള ഫൈനാണ് ശിക്ഷയായിട്ട് വിധിക്കുന്നതെങ്കിൽ സമ്മറി കേസുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പീൽ പോകാൻ പറ്റില്ല. Provided that an appeal may be made against any such sentence if any other punishment is combined with it, but such sentence shall not be appealable merely on the ground. Okay, ഇതിനോടൊപ്പം ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ കാറ്റഗറീസ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ആദ്യത്തെ 2 സിനേറിയോയിലും നമ്മൾ ഫൈനും ഇംപ്രിസൺമെന്റും ഒരുമിച്ച് പറഞ്ഞു. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കുക റെയർ ആണ്.
ബട്ട് ഈ സിയിലും ഡിയിലും, സിയിൽ സ്പെഷ്യലി നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ് 100 രൂപയിൽ താഴെ ഫൈൻ മാത്രമാണ്. കൺസിഡർ ചെയ്യുക, ഒരു കേസിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എനിക്ക് തന്നിരിക്കുന്ന ശിക്ഷ 1 വീക്ക് ഇംപ്രിസൺമെന്റും 100 റുപ്പീസ് അല്ലെങ്കിൽ 80 റുപ്പീസ് ഫൈനുമാണ്. ഇവിടെ ഫൈൻ തുക കറക്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഇംപ്രിസൺമെന്റ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് എൻറ്റയർ ജഡ്ജ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകാൻ പറ്റും. അതിനെക്കുറിച്ചാണ് പ്രൊവൈസോയിൽ പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, എന്നാൽ അതിനോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൂടി നിങ്ങൾക്ക് ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ആ ഹോൾ ജഡ്ജ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പീൽ പോകാനായിട്ട് സാധിക്കും. എന്നാൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയോടൊപ്പം, അതായത് അപ്പീൽ പോകാൻ സാധിക്കാത്ത മുകളിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു പണിഷ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ആണെങ്കിൽ അപ്പീൽ പോകാൻ പറ്റില്ല. എന്തൊക്കെയാണത്? ദ പേഴ്സൺ കൺവിക്റ്റഡ് ഈസ് ഓർഡേർഡ് ടു ഫർണിഷ് സെക്യൂരിറ്റി ടു കീപ് ദി പീസ്. എനിക്ക് ശിക്ഷ കിട്ടി, കൂടാതെ അത് ഈ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 4 കാറ്റഗറി ABCD 4 കാറ്റഗറിയിൽ പെടുന്ന ഒരു ശിക്ഷയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഓൾറെഡി അപ്പീൽ പോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ പ്രൊവൈസോയിൽ പഠിച്ചു ഇതിനോടൊപ്പം വേറെ എന്തെങ്കിലും ഒരു ശിക്ഷ കൂടെ കിട്ടിയാൽ അപ്പീൽ പോകാമെന്ന്. എന്നാൽ ആ ശിക്ഷ നിങ്ങളോട് കോടതി പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ക്ലാസ് കോടതി പറയുകയാണ് നിങ്ങൾക്കുള്ള ഫൈൻ 80 രൂപയാണ്, കൂടാതെ നിങ്ങൾ പീസ് കീപ്പ് ചെയ്യുന്നു ഉറപ്പ് വരുത്താനായിട്ട് എനിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ സെക്യൂരിറ്റി ആയിട്ട് തരണം. അപ്പൊ നമ്മൾ പറയാണ് ശരി 100 രൂപയിൽ താഴെ ഫൈൻ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് അപ്പീൽ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രൊവൈസോയിൽ പറയുന്നുണ്ട് ഇതിനോടൊപ്പം വേറെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അപ്പീൽ പോകാമെന്ന്. ഇവിടെ 100 രൂപയിൽ താഴെ ഫൈനാണ് എനിക്ക് തന്നിരിക്കുന്നത്, സമ്മതിച്ചു. പക്ഷെ മറ്റൊരു ശിക്ഷയും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പീൽ പോവുകയാണ്. അപ്പൊ നമ്മുടെ പ്രൊവൈസോടെ തൊട്ട് താഴെ പറയുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത്, പ്രൊവൈസോയിൽ ഞങ്ങൾ പറയുന്നുണ്ട് മറ്റെന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അപ്പീൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ അത് എങ്ങാനും പീസ് കീപ്പ് ചെയ്യുന്നതിനുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ അപ്പീലില്ല. അപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാൻ പാടില്ല? സെക്യൂരിറ്റി ചോദിക്കുന്നതായിരിക്കാൻ പാടില്ല പീസ് കീപ്പ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഡയറക്ഷൻ ഫോർ ഇംപ്രിസൺമെന്റ് ഇൻ ഡിഫോൾട്ട് ഓഫ് ഫൈൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെന്റൻസ്. എങ്ങാനും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയോടൊപ്പം തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ് നമ്മൾ വിളിച്ച് 3 മന്ത്സിന് താഴേക്ക് ഇംപ്രിസൺമെന്റ് ആണ് ഹൈക്കോടതി തരുന്നതെങ്കിൽ അപ്പീൽ പോകാൻ പറ്റില്ല അതല്ലേ. എനിക്കൊരു കോടതി ശിക്ഷ വരികയാണ്, അതിൽ എനിക്ക് ഹൈക്കോടതി തന്നിരിക്കുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് 2 മന്ത്സ് ഇംപ്രിസൺമെന്റും 800 റുപ്പീസ് ഫൈനുമാണ്. രണ്ടും അപ്പീൽ പോകാൻ പറ്റില്ല. ഫൈൻ 1000 താഴെയാണ്, പണിഷ്മെന്റ് 200 6 മന്ത്സിൽ താഴെയാണ്, സമ്മതിച്ചു. 6 മന്ത്സ് ആണോ 3 മന്ത്സ് ആണോ? 3 മന്ത്സ് അല്ലെ, 3 മന്ത്സിൽ താഴെയാണ്. 2 മന്ത്സ് ആണ് എനിക്ക് തന്നിരിക്കുന്ന ഇംപ്രിസൺമെന്റ്, 800 റുപ്പീസ് ആണ് ഫൈൻ. 2 കാറ്റഗറിയും അപ്പീലബിൾ അല്ല. എന്നാൽ അതിനോടൊപ്പം എന്നോട് കോടതി പറയാണ് ഈ 800 റുപ്പീസ് നിങ്ങൾ ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് കൂടി നിങ്ങൾ ജയിലിൽ, അല്ലെങ്കിൽ 2 വീക്സ് കൂടി ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ 2 വീക്സ് വരാം, ഒരു 1.5 മന്ത് നിങ്ങൾ ജയിലിൽ കിടക്കണം. അപ്പൊ ഞാൻ നോക്കുകയാണ്, ശരി സമ്മതിച്ചു. 3 മന്ത്സിൽ താഴെയാണെങ്കിൽ ആയിരുന്നു എനിക്ക് അപ്പീൽ പോകാൻ സാധിക്കാത്തത്. ഓൾറെഡി എനിക്ക് 2 മന്ത്സ് ഇംപ്രിസൺമെന്റ് തന്നു, ഡിഫോൾട്ട് ഓഫ് ഫൈൻ ഒരു 1.5 മന്ത് കൂടി ആഡ് ചെയ്തു. ഫൈൻ അടച്ചില്ലെങ്കിൽ എന്റെ ഇംപ്രിസൺമെന്റ് 4.5 മന്ത് ആവും. അങ്ങനെയെങ്കിൽ എനിക്ക് അപ്പീൽ പോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈവൻ ദോ 3 മന്ത്സിൽ താഴെ ആയിരുന്നു അല്ലെങ്കിൽ 3 മന്ത്സിന് മുകളിലേക്കാണെങ്കിൽ അപ്പീൽ പോകാമായിരുന്നു എന്നാണ് സെക്ഷൻ പറയുന്നതെങ്കിലും ആ 3 മന്ത്സിന് മുകളിലേക്ക് വരുന്ന എത്രയാണോ അത്, ആ 3 മന്ത്സിന് മുകളിലേക്ക് വരാനുള്ള റീസൺ എന്തായിരിക്കാൻ പാടില്ല? ഡിഫോൾട്ട് ഓഫ് ഫൈനിന് വേണ്ടി വിധിക്കുന്ന ഇംപ്രിസൺമെന്റ് ആഡ് ചെയ്യുന്നതായിരിക്കാനായിട്ട് പാടില്ല. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ 3 മന്ത്സിൽ താഴെയാണോ, അങ്ങനെ ബേസിക് സെന്റൻസ് ആണ്, മെയിൻ സെന്റൻസ് ആണ് നമ്മൾ നോക്കുക. അത് 3 മന്ത്സിൽ താഴെയാണെങ്കിൽ ഫൈൻ ഇല്ല. ഇനി അതിനോടൊപ്പം എങ്ങാനും ഡിഫോൾട്ട് ഓഫ് ഫൈൻ ആഡ് ചെയ്യുന്ന ഇംപ്രിസൺമെന്റ് 3 മന്ത്സിന് ചിലപ്പോൾ എക്സീഡ് ചെയ്തിരിക്കാം, സ്റ്റിൽ അപ്പീൽ പോകാൻ പറ്റില്ല. കാരണം ഫൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഫൈൻ കൊടുത്തില്ല എങ്കിലാണ് ഡിഫോൾട്ട് ഓഫ് ഫൈനുള്ള ഇംപ്രിസൺമെന്റ് വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്ത് 3 മന്ത്സിന് മുകളിലേക്കാണ് എന്ന കാരണത്താലൊന്നും അപ്പീൽ പ്രിഫർ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, that more than one sentence of fine is passed in the case if the total amount of fine imposed does not exceed the amount herein before specified in respect of the case. എങ്ങാണ് നിങ്ങൾക്ക് ഒരേ കുറ്റത്തിന് ഒരു കേസിൽ 2 തരത്തിൽ കോടതി നിങ്ങളെ ഫൈൻ ചെയ്യുകയാണ്. ആദ്യത്തെ ഫൈൻ ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നതിന് താഴെയാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ പറയാണ് ശരി, ഒരു ഫൈനും തന്നു, ഒരു ഇംപ്രിസൺമെന്റും തന്നു, അതിനോടൊപ്പം ഉള്ളൊരു മറ്റൊരു ഫൈനും കൂടി തന്നു. അപ്പൊ ഒരു ഫൈനും ഒരു ഇംപ്രിസൺമെന്റുമാണ്, അത് 2 ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്, ഞാൻ അപ്പീൽ പോകുന്നില്ല, സമ്മതിച്ചു. പക്ഷെ മറ്റൊരു ശിക്ഷയും കൂടി എനിക്ക് തരികയാണ്, വേറൊരു ഫൈൻ കൂടി തരികയാണ്. പക്ഷെ പ്രൊവൈസോർ പറയുന്നില്ലേ വേറൊരു ശിക്ഷയും കൂടെ തരികയാണെങ്കിൽ എനിക്ക് അപ്പീൽ പോകാമെന്ന്. അപ്പൊ ഇവിടെ പ്രൊവൈസോടെ എക്സെപ്ഷൻ ആയിട്ടുള്ള സബ് ക്ലോസ് 3 പറയാണ് ആ വേറൊരു ശിക്ഷ ചിലപ്പോൾ മറ്റൊരു ഫൈൻ ആയിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്ന ഫൈനും രണ്ടാമത് പുതിയതായി നിങ്ങൾക്ക് വേറൊരു ശിക്ഷ എന്ന വണ്ണം കോടതി തരുന്ന ഫൈനും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ താഴെ തന്നെയാണ് ഫൈനിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നതെങ്കിലും അപ്പീൽ പോകാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കേസിൽ എന്നെ സെഷൻസ് കോടതി ശിക്ഷിക്കുകയാണ്. നമുക്കറിയാം സെഷൻസ് കോടതിക്ക് മാക്സിമം അപ്പീൽ പോകാൻ പറ്റാത്ത രീതിയിൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഇംപ്രിസൺമെന്റ് 3 മന്ത്സിൽ താഴെയാണ്. എന്നെ കോടതി ശിക്ഷിക്കുന്നത് 2 മന്ത്സിലേക്കാണ്.
ഫൈൻ മാക്സിമം 200 rupees ആണ് അല്ലെ. കോടതി എന്നെ ശിക്ഷിക്കുന്നത് ആദ്യം എന്നോട് പറയാണ് നിനക്ക് കിട്ടുന്ന ശിക്ഷ 2 months ഫൈനും 50 rupees ഫൈനുമാണ്. എന്നിട്ട് പറയാണ് ഇത് കൂടാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിനോടൊപ്പം തന്നെ കോടതി എനിക്ക് മറ്റൊരു ഫൈനും കൂടി ഇമ്പോസ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് നീ എനിക്ക് 100 rupees ഈ കാര്യത്തിന് കൂടി ഫൈൻ ഇമ്പോസ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറയാണ് ഇതെന്റെ സെന്റൻസ്, ഇതെനിക്ക് വന്ന മറ്റൊരു സെന്റൻസ്. പ്രൊവൈസോ അനുസരിച്ച് ഈ സെന്റൻസ് അപ്പീൽ പോകാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്, സമ്മതിച്ചു. പക്ഷെ പ്രൊവൈസോ അനുസരിച്ച് ഈ സെന്റൻസിനോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൂടി എനിക്ക് വരികയാണെങ്കിൽ, കോമ്പിനേഷനോട് വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് അപ്പീൽ പോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പീൽ പോട്ടെ? ഇല്ല. സബ്സെക്ഷൻ 3 പറയാണ് 2 സെന്റൻസ് ആണ്, സമ്മതിച്ചു, ഇത് അപ്പീൽ പോകാൻ പറ്റാത്ത സെന്റൻസ് ആയിരുന്നു, മറ്റൊരു സെന്റൻസ് കൂടി ഇതിനോടൊപ്പം നിനക്ക് വന്നു, അപ്പീൽ പോകാമെന്ന് പ്രൊവൈസോയിൽ ഞാൻ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ? നിനക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സെന്റൻസ് ഫൈൻ തുക എത്രയാണോ ആ ഫൈൻ തുകയും രണ്ടാമത് സെപ്പറേറ്റ് സെന്റൻസ് എന്ന് വേണം കോടതി വിധിച്ച ഫൈൻ തുക എത്രയാണോ ആ തുകയും കമ്പൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി എത്ര ലിമിറ്റ് ആണോ അപ്പീൽ പോകാൻ പറ്റിയിരുന്ന ലിമിറ്റ് ആ ലിമിറ്റിൽ താഴെയാണോ എന്ന് നീ നോക്കണം. അതിൽ താഴെയാണെങ്കിൽ അപ്പീൽ പോകാൻ പറ്റില്ല, താഴെ അല്ലെങ്കിൽ അപ്പീൽ പോകാം. അതായത് 50 + 100 150, 200 ആയിരുന്നു ലിമിറ്റ്, 200-ൽ താഴെയാണ് അപ്പീൽ പോകാൻ എനിക്ക് സാധിക്കില്ല. ഈവൻ അതൊരു സെപ്പറേറ്റ് പണിഷ്മെന്റ്, അതായത് കോടതി ഒറ്റയടിക്ക് 150 ഫൈൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 2 സെന്റൻസ് ആയിട്ടാണ് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ഇത് ശിക്ഷയോടൊപ്പമുള്ള ഫൈൻ, ഇത് മറ്റൊരു ഫൈൻ. ആ ഫൈനും ഈ ഫൈനും 2 സെപ്പറേറ്റ് സെന്റൻസ് ആണ്. അതായത് എനിക്ക് ഒരു കുറ്റത്തിന് ഫൈനും ഇംപ്രിസൺമെന്റും മറ്റൊരു ഫൈനും 3 ശിക്ഷ വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു ഫൈനും ഒരു ഇംപ്രിസൺമെന്റും ഓക്കെയാണ്, മറ്റൊരെണ്ണം കൂടി വരികയാണെങ്കിൽ അപ്പീൽ പോകാം. എന്നാൽ ആ മറ്റൊരു ഫൈനും ഈ ഫൈനും ആഡ് ചെയ്യുമ്പോൾ ലിമിറ്റിൽ താഴെ തന്നെയാണ് അപ്പോഴും ഫൈൻ തുകയെങ്കിൽ അപ്പീൽ പോസിബിൾ അല്ല. അതാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ജനറലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷയോടൊപ്പം ആ ശിക്ഷ അപ്പീലേറ്റ് പ്രൊവിഷന് താഴെയാണെങ്കിൽ പോലും ആ അപ്പീലേറ്റ് പ്രൊവിഷന് താഴെയുള്ള ശിക്ഷയോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ശിക്ഷ വരികയാണ്, അതിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 2 months ഇംപ്രിസൺമെന്റും 100 rupees ഫൈനും പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈ BNSSൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ആഡ് ചെയ്തല്ലോ, അങ്ങനെ ഒരു പണിഷ്മെന്റ് കൂടി വന്നു. അപ്പം പുതിയൊരു ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് കോമ്പിനേഷനിൽ വരികയാണ്, എനിക്ക് അപ്പീൽ പോകാം. മനസ്സിലായത്? അത് എൻറ്റയർലി ഇംപ്രിസൺമെന്റ് ഫൈനുള്ളത് മറ്റൊരു സെന്റൻസ് വരികയാണെങ്കിൽ എനിക്ക് അപ്പീൽ പോകാം. എന്നാൽ ആ സെന്റൻസ് എന്തൊക്കെ ആയിരിക്കാൻ പാടില്ല? സെക്യൂരിറ്റി ചോദിക്കുന്നതായിരിക്കാൻ പാടില്ല, പീസ് കീപ്പ് ചെയ്യുന്നതിന്, ഇംപ്രിസൺമെന്റ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ഫൈനിലുള്ള ഇംപ്രിസൺമെന്റ് ആയിരിക്കാനായിട്ട് പാടില്ല. 2 സെപ്പറേറ്റ് ഫൈൻ സെന്റൻസ് ആകാം. അങ്ങനെയാണെങ്കിൽ ആ 2 സെപ്പറേറ്റ് ഫൈൻ സെന്റൻസും ആഡ് ചെയ്യുമ്പോൾ ലിമിറ്റിൽ താഴെയാണെങ്കിലും പറ്റില്ല, ലിമിറ്റിന് മുകളിലേക്കാണെങ്കിൽ പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി വരുന്നതാണ് സെക്ഷൻ 418, അപ്പീൽ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് എഗെയിൻസ്റ്റ് സെന്റൻസ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് അപ്പീൽ പ്രിഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 418 പറയുന്നത്. ഇതനുസരിച്ച് സേവേഴ്സ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 2 പറയുന്നത് സേവ് ചെയ്താൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് the state government may in any case of conviction on a trial held by any court other than high court, ഹൈക്കോടതി അല്ലാതെ മറ്റേതെങ്കിലും കോടതി നടത്തിയിരിക്കുന്ന ഒരു ട്രയലിൽ കൺവിക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്യാം. എന്തിനാണ്? ടു പ്രസന്റ് ആൻ അപ്പീൽ എഗെയിൻസ്റ്റ് ദ സെന്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് ഇൻഎഡിക്വസി. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്, നമുക്കറിയാം സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ വിക്ടിമിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എങ്ങാനും ഏതെങ്കിലും ഒരു കേസിൽ ട്രയൽ നടക്കുന്നത് ഹൈക്കോടതി അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോടതിയിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് പറയാം നിങ്ങളൊരു അപ്പീൽ പ്രിഫർ ചെയ്യണം. അവിടെ കൺവിക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ അപ്പീൽ പ്രിഫർ ചെയ്യാൻ ആവശ്യപ്പെടാം. എന്ത് ഗ്രൗണ്ടിലാണ്? ഇൻഎഡിക്വസിയുടെ ഗ്രൗണ്ടിൽ. അതായത് തന്നിരിക്കുന്ന ശിക്ഷ പോരാ, നമ്മൾ വധശിക്ഷ എക്സ്പെക്ട് ചെയ്തു. ഈ കേസിൽ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസ് ആയിരുന്നു, വധശിക്ഷ എക്സ്പെക്ട് ചെയ്തു. കോടതി തന്നിരിക്കുന്ന ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്, നമ്മൾ അതിൽ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് പറയാം ഈ വിധി നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ ഒരു ശിക്ഷാ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു അപ്പീൽ പ്രിഫർ ചെയ്യണം. അങ്ങനെ ഗ്രൗണ്ട് ഓഫ് ഇൻഎഡിക്വസിയിൽ അപ്പീൽ പ്രിഫർ ചെയ്യാനായിട്ട് ഹൈക്കോടതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഡയറക്റ്റ് ചെയ്യാം. ഇനി അത് എങ്ങോട്ടേക്കാണ് കൊടുക്കേണ്ടത്? To the state government, to the court of sessions if the sentence is passed by magistrate, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റോ CJMO അങ്ങനെ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് ആണ് സെന്റൻസ് പാസ് ചെയ്തിരിക്കുന്നതെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് വേണം അപ്പീൽ കൊടുക്കാനായിട്ട്. ഇനി ഹൈക്കോടതിയിലേക്ക് വേണം അപ്പീൽ കൊടുക്കാനായിട്ട് സെന്റൻസ് മജിസ്ട്രേറ്റ് കോടതി അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോടതി എപ്പോഴും ആരാണ്? സെഷൻസ് കോടതി. അപ്പൊ സെഷൻസ് കോടതിയാണ് ട്രയൽ നടത്തിയിരിക്കുന്നതെങ്കിൽ സെഷൻസ് കോടതിയുടെ സെന്റൻസിൽ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പ്രോസിക്യൂട്ടറിന് അപ്പീൽ ഫയൽ ചെയ്യാം. ഇനി മജിസ്ട്രേറ്റ് കോടതികളാണ് ട്രയൽ നടത്തിയിരിക്കുന്നതെങ്കിൽ അവരുടെ കൺവിക്ഷനിൽ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഇൻഎഡിക്വസിയുടെ ഗ്രൗണ്ടിൽ നമുക്ക് സെഷൻസ് കോടതിയിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ,
If such conviction is in a case in which the offence has been investigated by any agency empowered to make investigation into an offence under any central act other than this Sanhita. ഇനി നമ്മളോട് ഒരു സേവിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സെക്ഷൻ 2. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ്, ഈ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അവിടെ പറയുന്ന പോലെ അല്ല അപ്പീൽ കൊടുക്കേണ്ടത്. അതാണ് സേവിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സിനേറിയോ ആണെങ്കിൽ ഇവിടെ പറയുന്ന പോലെ വേണം അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട്. ഇവിടെ എന്താ പറയുന്നത്, എങ്ങാനും കേസ് അന്വേഷിക്കുന്നത് നോർമൽ പോലീസ് ഫോഴ്സ് അല്ലാതെ ഒരു സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റേതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ഫോർ എക്സാമ്പിൾ CBI പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരെങ്കിൽ, അതൊരു സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലൊരു കേസിന്റെ വിചാരണയിലാണ് കൺവിക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനാണ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക, പബ്ലിക് പ്രോസിക്യൂട്ടറിനോട്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. അങ്ങനെയെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് മേ ഓൾസോ, സെൻട്രൽ ഗവൺമെന്റിനും ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡയറക്ട് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ടു പ്രസന്റ് ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് ദ സെന്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് ഇൻഅഡിക്വസി. സെയിം ആണ് അവിടെ നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക പബ്ലിക് പ്രോസിക്യൂട്ടറിന്. എന്നാൽ സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ അത്തരം കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റും. കാരണം അതുകൊണ്ടാണ് മേ ഓൾസോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്റ്റ് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിനും ഡയറക്റ്റ് ചെയ്യാം. അപ്പം സെൻട്രൽ ഗവൺമെന്റിനും എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചിലപ്പോൾ ആ കേസിൽ അത്രയ്ക്ക് അങ്ങോട്ട്, ഫോർ എക്സാമ്പിൾ ഒരു കേസ് CBI അന്വേഷിച്ചു, കേസ് കോടതിയിലെത്തി, സെഷൻസ് കോടതിയിലാണ് കേസ് എത്തിയിരിക്കുന്നത്, സെഷൻസ് കോടതി വിധിക്കുന്ന ശിക്ഷയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോസിക്യൂട്ടറിനോട് പറയുന്നില്ല അപ്പീൽ പോകാനായിട്ട്. അങ്ങനെയെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് പ്രോസിക്യൂട്ടറിനോട് പറയാം അപ്പീൽ പോകാനായിട്ട്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റിനും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഡയറക്റ്റ് ചെയ്യാം അപ്പീൽ പ്രിഫർ ചെയ്യാനായിട്ട്. ഇൻഅഡിക്വസിയുടെ ഗ്രൗണ്ടിൽ സെന്റൻസ് പാസ് ചെയ്തിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിൽ സെഷൻസ് കോടതിയിലേക്കും, സെന്റൻസ് പാസ് ചെയ്തിരിക്കുന്നത് സെഷൻസ് കോടതിയാണെങ്കിൽ ഹൈക്കോടതിയിലേക്കും. ക്ലിയർ അല്ലേ? സബ്സെക്ഷൻ 3, when an appeal has been filed against the sentence on the ground of its inadequacy. മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻഅഡിക്വസി എന്ന കാരണത്താൽ അല്ലെങ്കിൽ സെന്റൻസ് പോരാ, അത്രയും പോരാ, അത് മതിയാകില്ല എന്ന കാരണത്താൽ നമ്മൾ ഒരു അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണെങ്കിൽ കോർട്ട് ഓഫ് സെഷൻസ് ഓർ എസ് ദ കേസ് മേ ബി ദ ഹൈക്കോർട്ട്, ഇവരിലേക്കാണല്ലോ ഇൻഅഡിക്വസിയുടെ ഗ്രൗണ്ടിൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുക. മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ നമ്മൾ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യും, സെഷൻസ് കോടതി ആണെങ്കിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. അങ്ങനെ എവിടെയാണോ അപ്പീൽ റിസീവ് ചെയ്തിരിക്കുന്നത്, സെഷൻസ് കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ ആരാണെങ്കിലും, shall not enhance the sentence except after giving to the accused an opportunity of showing cause against such enhancement, and while showing cause the accused may plead for its acquittal or for reduction of sentence. ഇതൊരു ഇരുതല എന്താ പറയാ, വാല് മറ്റേ രണ്ട് തലയും മുറിയുന്ന ഒരു വാള് പോലെയാണത്. കാരണം നമ്മൾ എങ്ങാനും ഇൻഅഡിക്വസിയുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു അപ്പീൽ സെഷൻസ് കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ സാഹചര്യം അനുസരിച്ച്, കേസ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹൈക്കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി എവിടെയാണോ നമ്മൾ ആ ഇൻഅഡിക്വസിയുടെ ഗ്രൗണ്ടിലുള്ള അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് കൺസിഡർ ചെയ്യാതെ ഹൈക്കോടതിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി ആദ്യം ചെയ്യേണ്ടത് ഈ അക്യൂസിനെ വിളിക്കാം. അക്യൂസിനെ വിളിച്ചിട്ട്, ഇങ്ങനെ ഒരു അപ്പീൽ വന്നിട്ടുണ്ട്, ഞാൻ നിന്റെ ശിക്ഷ എൻഹാൻസ് ചെയ്യണമോ, നിനക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്, അയാളോട് കാരണം കാണിക്കാൻ പറയും. എന്തുകൊണ്ട് അയാൾ എൻഹാൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ കാരണം കാണിക്കാനായിട്ട് അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്നിട്ട് മാത്രമേ എൻഹാൻസ്മെന്റിനെ, അല്ലാതെ പെറ്റീഷൻ കിട്ടി അല്ലെങ്കിൽ അപ്പീൽ കിട്ടിയെന്ന കാരണത്താൽ സ്ട്രേറ്റ് അവേ അങ്ങോട്ട് എൻഹാൻസ് ചെയ്യാനൊന്നും പാടില്ല. ആദ്യം അക്യൂസിനെ വിളിച്ചിട്ട് അക്യൂസിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അയാളുടെ ഭാഗം കേൾക്കാനായിട്ടൊക്കെ. ഇനി ഇത്തരത്തിൽ അക്യൂസിനോട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അക്യൂസിനോട് കോടതിക്ക് മുൻപിൽ എന്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്, തന്റെ ഗിൽറ്റ് പ്ലീഡ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ അയാൾക്ക് അക്വിറ്റൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് കുറയ്ക്കാനും ആവശ്യപ്പെടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ 2 years ഇംപ്രിസൺമെന്റ് ആണ്, എന്നാൽ അത് ഇൻഅഡിക്വേറ്റ് ആണെന്ന് പറഞ്ഞ് സെഷൻസ് കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് ഹാൻഡിൽ ചെയ്ത് ശിക്ഷ വിധിച്ചത്, അത് ഇൻഅഡിക്വേറ്റ് ആണെന്ന് പറഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ സെഷൻസ് കോടതിയിലേക്ക് അപ്പീൽ ഫയൽ ചെയ്തു. അപ്പീലിനിടയ്ക്ക് സെഷൻസ് കോടതി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു അപ്പീൽ കിട്ടി, നീ കാരണം കാണിക്കൂ എന്ന് പറയാണ്. ഈ കാരണം കാണിക്കൽ ഞാൻ എഴുതി കൊടുക്കുന്ന ഫയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്നെ വെറുതെ വിടണമെന്ന് എനിക്ക് പറയാം, തന്നിരിക്കുന്ന 2 months അല്ലെങ്കിൽ 2 years ഇംപ്രിസൺമെന്റ് കുറയ്ക്കണമെന്ന് എനിക്ക് ആവശ്യപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു പോസിബിലിറ്റിയും കൂടി അക്യൂസിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ അക്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സബ്സെക്ഷൻ 4 ആണ്. സബ്സെക്ഷൻ 4 ജനറൽ കാര്യം തന്നെയാണ് പറയുന്നത്. സെക്ഷൻ 64 65 66 67 68 70 71 ഇൻവോൾവ് ആയിരിക്കുന്ന കേസിലാണ് അപ്പീൽ വന്നിരിക്കുന്നതെങ്കിൽ ആ അപ്പീൽ ഫയൽ ചെയ്യുന്ന അന്ന് മുതൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ.
അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പീലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്. നമ്മൾ വളരെ കുറച്ച് സെക്ഷൻസേ പഠിച്ചിട്ടുള്ളൂ. എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷനുകളാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ അറിയുന്ന സെക്ഷനുകളാണ് ഇതൊക്കെ. നമ്മൾ ഡെയിലി കണ്ടുവരുന്ന അല്ലെങ്കിൽ ഡെയിലി മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളാണ്. വളരെ എളുപ്പമാണ് പഠിക്കാനും. അധികം കുറച്ച് ഓർത്ത് വെക്കാനുണ്ട് ടൈം പീരീഡും കാര്യങ്ങളൊക്കെ. അല്ലാതെ വളരെയധികം കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചാർട്ട് പോലെ എഴുതി പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓരോ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ സെന്റൻസ് ഫോർമേഷൻ ഉള്ളത്, ഫോർ എക്സാമ്പിൾ കൺവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ഇത്, അങ്ങനെ ഒരു വരച്ചൊരു ഡയഗ്രാം പോലെ വരച്ചാൽ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കും. അതാണ്, അങ്ങനെയൊക്കെയാണ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ. അല്ലാതെ വേർഡ് വായിച്ച് ഓർത്ത് വെക്കുക ബുദ്ധിമുട്ടായിരിക്കും, തിരിഞ്ഞു പോകും. അപ്പോൾ അതിനേക്കാളും ഒരു ഡയഗ്രാം ആണെങ്കിൽ കുറച്ചും കൂടി മെമ്മറി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ബാക്കി സെക്ഷൻസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.